Good morning. Good morning, ma'am. Good morning, yes. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു കേട്ടോ. ഞാൻ സുഖായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് തേർഡ് മോഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇല്ലേ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. അപ്പൊ തേർഡ് മോഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റർ മിസ് എടുത്തേന്ന് ഓർക്കുന്നോ? ഏതൊക്കെ ചാപ്റ്റർ എടുത്തേ? എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഏതൊക്കെ ചാപ്റ്റർ എടുത്തേ ഒന്ന് പറഞ്ഞേ. Public relations, ethical and legal issues, medical records, quality assurance ആണ് നാല് അല്ലെ? ഓക്കെ. അപ്പൊ അത് നാലെണ്ണവും കംപ്ലീറ്റ് ആയില്ലേ? മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയിരുന്നു അല്ലെ? ഓക്കെ. ഇനി നമ്മൾ ഫോർത്ത് മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്. ഫോർത്ത് മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. അതാണ് എടുക്കാൻ പോകുന്നത്. മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ചാപ്റ്റർ 4 ആണ് കേട്ടോ. ഫോർത്ത് ചാപ്റ്റർ ആണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. എളുപ്പത്തിലുള്ള ചാപ്റ്റർ ആണ്, എളുപ്പം പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ കുറെ എക്യുപ്മെന്റുകളെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഇത്രയും നാളത്തെ ക്ലാസ്സുകളിൽ ഓരോ ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ട് നിങ്ങൾ കുറെ എക്യുപ്മെന്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കുറെ എക്യുപ്മെന്റുകൾ പരിചയമായില്ല ഇപ്പോ? ആയോ? ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് തന്നെ കുറെ നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാ. ചിലത് മാത്രമായിരിക്കും നമുക്ക് അത്ര പരിചയമില്ലാത്തവ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് നോക്കി പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും. എനിക്ക് അറിയാവുന്ന എക്യുപ്മെന്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അറിയാത്തവ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് എക്യുപ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ആ എക്യുപ്മെന്റിന്റെ പിക്ചർ വെച്ചിട്ട് വേണം പഠിക്കാൻ കേട്ടോ. ഈ ഒരു ഇമേജ് തന്നു കഴിഞ്ഞാൽ ഇത് ഏത് ഉപകരണത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഏത് മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പിക്ചർ നോക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരാവുന്നത് ആ രീതിയാണ് കേട്ടോ പറയുന്നത്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം എന്നുള്ളതാണ്. ഒന്നാമത്തേത് പിക്ചർ തന്നിട്ട് ഇത് ഏത് ഉപകരണമാണ് അല്ലെങ്കിൽ ഏത് എക്യുപ്മെന്റ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാം. രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ കാണാനുള്ളത് ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇത് ഏത് ഉപകരണമാണ്. ഇപ്പൊ ഒരു ഡിഫിബ്രിലേറ്ററിന്റെ ഫംഗ്ഷൻ തരാം, അല്ലെങ്കിൽ ഒരു തെർമോമീറ്ററിന്റെ ഫംഗ്ഷൻ തരാം. അതിന്റെ യൂസ് അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ന് ചോദിക്കാം. അല്ല എങ്കിൽ നേരെ തിരിച്ച് ഈ ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏത് ഉപകരണമാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. അതുപോലെ അതിനുള്ളിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സ്പാൻഡ് ഫോംസ് തന്നിട്ടുണ്ട്, ഷോർട്ട് ഫോംസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് 43 എക്യുപ്മെന്റ്സ് ഉണ്ട് കേട്ടോ. എളുപ്പത്തിൽ പോകും, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. അപ്പോ അതിലെ ഷോർട്ട് ഫോംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പാൻഡ് ഫോംസ് ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഇ സി ജി ആണെങ്കിൽ അത് ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇ സി ജി ചെയ്യുക? ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട? ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെ, ഹൃദയവുമായി ബന്ധപ്പെട്ട. അപ്പൊ അങ്ങനെ EEG, EMG ഇതെല്ലാം അങ്ങനെ ഓരോ ഉപകരണവും എന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡയഗ്നോസിസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം കേട്ടോ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരിക. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ എക്യുപ്മെന്റുകളും ഒരു 43 എക്യുപ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതില് ഇന്നത്
ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം എന്താ, ഏതിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള എക്യുപ്മെന്റുകൾ ആയതുകൊണ്ട് ഏതിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലത് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ടല്ലോ ചില എക്യുപ്മെന്റുകൾ. അപ്പൊ അത്തരത്തിലുള്ളവ എടുത്ത് പറഞ്ഞ് അത് പഠിപ്പിക്കുന്ന സമയത്ത് മിസ് പറഞ്ഞു തരാം കേട്ടോ. എന്നാൽ പോലും ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെന്റുകളിൽ നിന്നും മാറി മാറി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. ഒരു ഉപകരണം പോലും എളുപ്പമാണ് അല്ലെങ്കിൽ അത് പഠിക്കണ്ടെന്ന് വിചാരിച്ച് മാറ്റി നിർത്തിട്ട് എല്ലാം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കി നിങ്ങൾ പഠിച്ചാൽ മതി. അതിനാണ് മിസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും എന്ന് പറഞ്ഞു തന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ വളരെ ബ്രീഫായിട്ട് കൊടുത്തിട്ടുള്ളൂ, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ കൊടുത്ത കാര്യം വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ എക്യുപ്മെന്റ് 43 ഇപ്പോഴെങ്കിലും തീരില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ബ്രീഫായിട്ട് കൊടുത്തിട്ടുള്ളൂ, ആ കൊടുത്ത ഭാഗങ്ങൾ മാത്രം വ്യക്തമായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ മെഡിക്കൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? യൂസ്ഡ് ഫോർ ദ ഡെഫിനറ്റ് പർപ്പസസ് അറ്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ഓർ റീഹാബിലിറ്റേഷൻ ഫോളോവിംഗ് ഡിസീസ് ഓർ ഇഞ്ചുറി. എന്താ, നമുക്കൊരു മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അല്ലെ. അല്ലാതെ വെറുതെ നമ്മൾ കളിക്കാനോ അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നല്ല അല്ലെ. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് മെഡിക്കൽ അപ്പാരറ്റസ് ആണ് മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതിപ്പോ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസീസ് അല്ലെങ്കിൽ ഡിസീസുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ, ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു രോഗമോ വന്നാൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള പുനരധിവാസം അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അത്തരത്തിലൊരു പ്രത്യേക ഡെഫിനറ്റ് പർപ്പസ് അതിനുണ്ട്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് രോഗനിർണയമാവാം, ചികിത്സയാവാം, അല്ലെങ്കിൽ അവർക്കുള്ള പുനരധിവാസമാവാം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ അപ്പാരറ്റസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എന്തെന്നാ വിളിക്കുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ മെഡിക്കൽ എക്യുപ്മെന്റ് നമുക്ക് സിംഗിൾ ആയിട്ടും യൂസ് ചെയ്യാം, മറ്റെന്തെങ്കിലും കൂടെയും യൂസ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഓക്സിജൻ മാസ്ക് കണ്ടിട്ടില്ലേ? എല്ലാവരും ഓക്സിജൻ മാസ്ക് കണ്ടിട്ടില്ലേ? ഈ ഒരു ഓക്സിജൻ മാസ്ക് ഒറ്റയ്ക്ക് യൂസ് ചെയ്തുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? അത് സിംഗിൾ ആയിട്ട് അത് മാത്രം നമ്മുടെ ഫേസിൽ എടുത്ത് വെച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അതിന്റെ കൂടെ അതുമായി ബന്ധപ്പെട്ട മറ്റു അനുബന്ധ ആക്സസറീസും കാര്യങ്ങളും വരുമ്പോഴാണ് അത് പ്രയോജനകരമാവുന്നത് അല്ലെ. ഓക്സിജൻ സിലിണ്ടേഴ്സും അതുമായി ബന്ധപ്പെട്ട ട്യൂബ്സും കാര്യങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വേണം, അപ്പോഴല്ലേ അത് യൂസ്ഫുൾ ആവുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഒരിക്കലും സിംഗിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളില്ലേ? ഇല്ലേ? ഇപ്പൊ ഒരു തെർമോമീറ്റർ, അത് നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്തൂടെ? യൂസ് ചെയ്യാമോ? തെർമോമീറ്റർ നമ്മൾ സിംഗിൾ ആയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെ, PPR അങ്ങനെ എത്ര ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മിസ് ഒരു ഉപകരണം മാത്രമായിട്ട് പറഞ്ഞത്. അപ്പൊ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ സിംഗിൾ ആയിട്ടും ഉപയോഗിക്കാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എയ്തർ യൂസ്ഡ് singly or in conjointly with any accessory, consumable or other piece of medical apparatus. അപ്പൊ ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു മെഡിക്കൽ അപ്പാരറ്റസോ ആക്സസറിയുടെ കൂടെയോ ഒരുമിച്ച് സംയോജിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്ന മെഡിക്കൽ അപ്പാരറ്റസും ഉണ്ട്. അതല്ലാതെ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിക്കൽ എക്യുപ്മെന്റുകളും ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ് ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ? അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക ഉദ്ദേശം, അതായത് നമുക്ക് ചിലപ്പോൾ രോഗനിർണയത്തിന് വേണ്ടിയിട്ടാവാം, ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടാവാം, റീഹാബിലിറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ അപ്പാരറ്റസുകളെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളുടെ ഭാഗമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നമ്മള് ഓരോ ഉപകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കുകയാണ് കേട്ടോ. അപ്പം ഓരോ ഉപകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. പരിചയമുള്ള ഉപകരണങ്ങളൊക്കെ ആവുമ്പോൾ
എന്തൊക്കെയാണ് പഠിച്ചത് നമുക്ക് അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് അതൊന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ എളുപ്പം അതായിരിക്കും കേട്ടോ. അപ്പൊ ഫസ്റ്റ് എക്യുപ്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ഡീഫിബ്രിലേറ്റേഴ്സ്. കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാ? റിസ്യൂം ദ ഹാർട്ട് അല്ലെ, നമ്മുടെ ഹാർട്ട് ബീറ്റിനെ അല്ലെ തിരികെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ഈ ഒരു പിക്ചർ നോക്കിയേ, നിങ്ങള് പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം കേട്ടാ, നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റിൽ നോക്കാം കേട്ടാ. ഓക്കെ, ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഉപകരണം കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫിലിംസിലോ കാര്യങ്ങളോ കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ ഒരു ഉപകരണം യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്? കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോ ഈ ഒരു ഉപകരണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഹാർട്ട് ബീറ്റിനെ റെസ്യൂം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടാ. അപ്പൊ അങ്ങനെയാവുമ്പോ നിങ്ങൾ മറന്നും പോവില്ല. അപ്പൊ ഈ ഫിലിംസിലൊക്കെ എപ്പോഴാണ് ആ ഒരു ഉപകരണത്തെ പറ്റി കാണാറ്? ഏത് സിറ്റുവേഷനിലാണ്? ഏത് സിറ്റുവേഷനിലാ കാണുന്നേ? ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസില് ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കണ്ടീഷൻ വരുമ്പോ അല്ലെ ലൈഫ് സേവിങ്ങിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഒരു ഉപകരണം യൂസ് ചെയ്യുന്നത്? ആണല്ലോ, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അത്തരത്തില് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ലൈഫ് സേവിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഡിഫിബ്രിലേറ്റേഴ്സ് ആർ equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ, ചോദിക്കാറുണ്ട്. ഡിഫിബ്രിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ട് കടത്തി വിട്ടുകൊണ്ട് നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. Various types of defibrillators work in different ways. പല ടൈപ്പ് ഓഫ് defibrillators ഉണ്ട്, പല രീതിയിൽ വർക്ക് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് defibrillators ഉണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മുടെ പബ്ലിക് സ്പേസുകൾ, പല പബ്ലിക് സ്പേസുകളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു defibrillator ആണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് അല്ലെങ്കിൽ AEDs. അതിന്റെ പേരൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഞങ്ങളെ ചോദിക്കാറുണ്ട് കേട്ടാ. കോമൺലി പബ്ലിക് സ്പേസുകളിൽ കോമൺലി കാണുന്ന ഡിഫിബ്രിലേറ്റർ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ AEDയുടെ എക്സ്പാൻഡഡ് ഫോമും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു. ഒന്നാമത്തത്, ഏത് എക്യുപ്മെന്റ് ആണ് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ ബ്രിങ് ബാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് സെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റിനെ ബ്രിങ് ബാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഉപകരണം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ് അതിന്റെ ആൻസർ? ഡിഫിബ്രിലേറ്റേഴ്സ് അല്ലെ. ഇനി നമ്മുടെ കോമൺ ആയിട്ട് പബ്ലിക് സ്പേസുകളിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന ഡിഫിബ്രിലേറ്റർ ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ AEDs ആണ് അല്ലെ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം കൂടി പഠിച്ചു വെച്ചേക്കണം കേട്ടോ. Then, which are commonly seen in many public spaces, are used to save the lives of people who experience cardiac arrest. അല്ലെ, കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള അത്തരത്തിലുള്ള ലൈഫ് സേവിംഗ് പീപ്പിൾ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ആളുകൾക്ക്, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല കോമൺ സ്പേസുകളിലും കാണപ്പെടുന്ന ഒരു എന്താണ് ഡിഫിബ്രിലേറ്റർ ആണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പബ്ലിക് സ്പേസിൽ ഇത്തരത്തിലുള്ള AEDs കണ്ടിട്ടുണ്ടോ? ബസ് സ്റ്റാൻഡുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നേരിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നേരിട്ട് മിക്ക ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തിരുവല്ലയിലൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇതുപോലെ ക്ലാസ്, നമ്മുടെ വേറൊരു ക്ലാസ്സിൽ ഇങ്ങനെ എടുത്തോണ്ട് ഒരു കുട്ടി പറഞ്ഞിരുന്നു. മിസ്സേ, ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അവിടുത്തെ തിരുവല്ല ബസ് സ്റ്റാൻഡിനുള്ളില് ഈ പറയുന്ന AEDs ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പൊ അതുപോലെ നമ്മൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി പോകുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും നിങ്ങളുടെ കോമൺ ആയിട്ട് നമ്മുടെ അടുത്തുള്ള കോമൺ ആയിട്ടുള്ള കൂടുതൽ ആളുകൾ വരുന്ന പബ്ലിക് സ്പേസുകൾ ഇത് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇത് അറിയാത്തവർക്ക് പോലും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു ബോക്സിലായിട്ടായിരിക്കും കൊടുത്തിട്ട്, ഒരു റെഡ് കളർ ബോക്സിനുള്ളിൽ
ഈ ഒരു ഉപകരണം ഉണ്ടാവും. അതിന് മുകളിൽ ഒരു ലവ് ഷേപ്പിലേക്ക് ഒരു ഹാർട്ടിന്റെ ഷേപ്പ് ഒക്കെ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഓപ്പൺ ചെയ്ത് എങ്ങനെ ചെയ്യണം, അതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ ഇവരുടെ കയ്യിൽ നിന്ന് അല്ലാതെ കൺട്രോൾ എന്താണ് ഒന്നും കൂടി കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഉപകരണം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് യൂസ് ചെയ്യുന്നേ, ഹാർട്ട് അല്ലെ. അപ്പൊ ഹൃദയത്തിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റിനെ, സാധാരണ മിടിപ്പിനെ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണിത്. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് പബ്ലിക് സ്പേസുകളിൽ കാണുന്ന ഒന്നാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് അല്ലെങ്കിൽ AEDs എന്ന് പറയുന്നത്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ട് കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള എന്താണ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോമൺ സ്പേസുകളിലൊക്കെ ഇത്തരത്തിലുള്ള AEDs പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ അത്? ഫസ്റ്റ് എക്യുപ്മെന്റ് മനസ്സിലായോ? ഓക്കെ. സെക്കൻഡ് എക്യുപ്മെന്റ് പറയട്ടെ. ഒരു 2-3 എക്യുപ്മെന്റ് പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് വായിക്കാൻ സമയം തരാം കേട്ടോ. നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെന്റ്സ് സമയം ഒരുപാട് ഓരോന്ന് വായിച്ചു വരും കേട്ടോ. അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാവുന്ന ഉപകരണമാണ്. ഏതാ? തെർമോമീറ്റേഴ്സ്. അറിയാവുന്നതല്ലേ? വീട്ടിലുണ്ടോ തെർമോമീറ്റേഴ്സ്? മക്കളൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിൽ തെർമോമീറ്റേഴ്സ് നമ്മൾ വാങ്ങാറുണ്ട് അല്ലെ. ഇപ്പൊ ഡിജിറ്റൽ ആയിട്ടുള്ള തെർമോമീറ്റേഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക അല്ലെ. ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളതല്ലേ ഉള്ളത്? ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിട്ടാ, എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ? ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചർ പരിശോധിക്കാൻ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ഇവിടെ പല ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന തെർമോമീറ്റർ ഏതാണ്, അല്ലെങ്കിൽ എന്താണ്, ഏത് ഉപകരണമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇവിടെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് തെർമോമീറ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 4 എണ്ണമാണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത്. ആ 4 എണ്ണം എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രയോജനം, പർപ്പസ് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതില് ഈ ഒരു പിക്ചർ തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് ഏത് ഉപകരണമാണെന്ന് ചോദിച്ചു ചെയ്താൻ പറ്റുമല്ലോ. ഓക്കെ, ശരി. നെക്സ്റ്റ് ഫസ്റ്റ് വൺ ആണ് ഡിജിറ്റൽ തെർമോമീറ്റർ. ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. വളരെ വേഗത്തിലും വളരെ കൃത്യതയുള്ള റിസൾട്ടുകളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, tympanic or ear thermometer measure the temperature inside the ear canal by way of infrared ray technology. ഇൻഫ്രാറെഡ് റേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇയർ കനാലിലൂടെ, നമ്മുടെ ചെവിയിലൂടെയുള്ള ഇയർ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ടിംപാനിക് തെർമോമീറ്റർ എന്നും വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ഇയർ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ഇൻഫ്രാറെഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇയർ കനാൽ, നമ്മുടെ ചെവിയിലുള്ളിലുള്ള ആ ഒരു ഇയർ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോർഹെഡ് തെർമോമീറ്റർ. എന്താണ് ഫോർഹെഡ് തെർമോമീറ്റർ? എവിടുത്തെ ടെമ്പറേച്ചർ? ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ എവിടെയാ ഫോർഹെഡ്? നെറ്റി അല്ലെ. അപ്പൊ നമ്മുടെ ഫോർഹെഡിൽ അല്ലെങ്കിൽ നെറ്റിയിലേക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഉപകരണമാണ് ഫോർഹെഡ് തെർമോമീറ്റർ. തെർമോമീറ്റർ യൂട്ടിലൈസ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ടു മെഷർ ദ ടെമ്പറേച്ചർ. ഇൻഫ്രാറെഡ് സെൻസേഴ്സ് അറിയാം, അവിടുത്തെ പോലെ തന്നെ ഇൻഫ്രാറെഡ് റേ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫോർഹെഡിന്റെ ആ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അടുത്തതാണ് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. ഇത് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ടെമ്പറേച്ചർ വന്നാൽ മെഷർ ചെയ്യുന്നത് ഈ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്ററിലായിരുന്നു അല്ലെ. അല്ലെ, പരിചയമുള്ള കാര്യമാണ് അല്ലെ. അതെ, ഇത് മെർക്കുറി തെർമോമീറ്റേഴ്സ് ഉണ്ട്. ഈ പ്രിസൈസ് ടെമ്പറേച്ചർ, വളരെ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ റീഡിംഗ് തരും. അതുപോലെ തന്നെ നമുക്കിത് ഓറലി വെക്കാം, നമ്മുടെ വായുടെ ഉള്ളിൽ വെക്കാറുണ്ട് അല്ലെ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് റെക്ടലി വെക്കാം, മലദ്വാരത്തിന്റെ അവിടെ വെച്ച് ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. അതല്ല എങ്കിൽ അണ്ടർഗാം, എവിടെയാണ് ഭക്ഷ്യത്തിനിടയിലായിട്ട് വെക്കാറുണ്ട് അല്ലെ.
അപ്പൊ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും വെച്ച് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാവുന്നതാണ്. അപ്പൊ 4 ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് ആണ് പറഞ്ഞത്. ഡിജിറ്റൽ തെർമോമീറ്റർ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റർ, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. അതിലെ ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ തരുന്നുണ്ട്. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ നമ്മുടെ ഇയർ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഇൻഫ്രാറെഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെമ്പറേച്ചർ അല്ല ഒരു തെർമോമീറ്റർ ആണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഫോർഹെഡ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോർഹെഡിന്റെ ടെമ്പറേച്ചർ എടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഫോർഹെഡ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ടൈപ്പ് ഏതാ പറഞ്ഞേ? ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ അല്ലെ. അത് നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റീഡിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓറലി യൂസ് ചെയ്യാം, റെക്ടലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർ ദ ആം ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ആ 2 എക്യുപ്മെന്റും വേഗം ഒന്ന് വായിച്ചിട്ട് റിപ്ലൈ ചെയ്തേ. ഓക്കെ, ശരി. നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. കണ്ടിട്ടില്ലേ? ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അല്ലെ എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാലോ. ഇപ്പൊ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഉപകരണം കണ്ടാലും മനസ്സിലാവല്ലോ അത് BP അപ്പാരറ്റസ് ആണെന്നുള്ളത്. മനസ്സിലാവില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് അറിയപ്പെടുന്നുണ്ട്, ബ്ലഡ് പ്രഷർ ഗേജ് എന്ന് വിളിക്കുന്നുണ്ട്, ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്നും വിളിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ മറ്റൊരു പേര് ഏതാണ്? ഇതിന്റെ മറ്റൊരു പേര് സ്പിഗ്മോ മാനോമീറ്റർ കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള 4 പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് വരുമ്പോ കോമൺ ആയിട്ടും ഏത് ആൻസർ ആയിരിക്കും കൂടുതൽ വരാൻ സാധ്യത? ഏതായിരിക്കും? ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കൊടുക്കോ? അപ്പൊ എളുപ്പമല്ലേ പിള്ളേർക്ക് അല്ലെ? നിങ്ങൾക്ക് എളുപ്പമല്ലേ ആൻസർ ചൂസ് ചെയ്യാനായിട്ട്? ഒരിക്കലും കൊടുക്കാൻ സാധ്യതയില്ല കേട്ടോ. അപ്പൊ അവിടെ ഓപ്ഷൻ വരുന്നത് ഏതായിരിക്കും? കൂടുതലും ഓപ്ഷൻസ് കാണാറുള്ളത് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേര് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. അതല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത കുട്ടികൾ അല്ലെങ്കിൽ ക്ലാസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ ചില ടേംസ് നമ്മൾ മറന്നു പോകും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ വരുമ്പോൾ അത് ഏതുമായി ബന്ധപ്പെട്ട ആ ഒരു കണക്ഷൻ ഇല്ല എങ്കിൽ ആൻസർ ചെയ്യുന്നത് മാറിപ്പോട്ടാ. അപ്പൊ അതുകൊണ്ട് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്ന വേർഡ് ആ ഒരു അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഉപകരണമാണ്? ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്. എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? BP നോക്കാൻ അല്ലെ, ബ്ലഡ് പ്രഷർ നോക്കാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെങ്കിൽ സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം. അപ്പൊ അതിന്റെ 4 പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. That is an equipment used to measure the pressure എന്നാണ് കേട്ടോ. Used to measure ബ്ലഡ് പ്രഷർ എന്നാണ് കേട്ടോ. അവിടെ നോസ് പ്രഷർ അല്ല. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പ്രഷർ എത്രത്തോളം ആണ്? അതില് പല രീതിയിലുള്ള ബ്ലഡ് പ്രഷർ ഉണ്ട് അല്ലെ. ഹൈപ്പർ ഉണ്ടാവാം, ഹൈപ്പോ ആവാം അല്ലെ. ബ്ലഡ് പ്രഷർ കൂടാൻ കുറയാം, ശരിയല്ലേ? ആണോ? ഓക്കെ, അപ്പൊ ബ്ലഡ് പ്രഷർ കൂടുതലാണോ കുറവാണോ നോർമൽ റേഞ്ചിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി സ്പിഗ്മോ മാനോമീറ്റർ. ഇനി അടുത്തതായിട്ട് നോക്കുന്നത്
ഇതിന്റെ ആ ഉപകരണത്തിന്റെ ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ പ്രഷറൊക്കെ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ഇതിന്റെ ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട് അല്ലെ, ഉണ്ടോ? ഊതി വീർപ്പിക്കാവുന്ന രീതിയിലുള്ളൊരു കഫിന്റെ ഭാഗമുണ്ട്. നമ്മുടെ കയ്യിലായിരിക്കും. അത് ഇട്ടിട്ട് കൈയുടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. മെഷറിംഗ് യൂണിറ്റ് ഇല്ലേ, കണ്ടിട്ടില്ലേ? മെഷർ ചെയ്യുന്നത് ആ ഒരു യൂണിറ്റ് കണ്ടിട്ടില്ലേ? ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, എ മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി അല്ലെ? ഡിജിറ്റൽ ആയിട്ടുള്ളത് കൊണ്ടിട്ട് ഇപ്പൊ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നതിന്റെയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിൽ തന്നിരിക്കുന്നതായിരിക്കും ചോദിക്കാം. അപ്പൊ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളതിന്റെ മാത്രമല്ല, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഉപകരണവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇതിലുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതായിരിക്കും കൂടുതലും എക്സാമിന് വരുന്നത് കേട്ടോ. പുറമേ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ ഇതിന്റെയൊക്കെ കുറവാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് എല്ലാം ഡിജിറ്റലൈസ്ഡ് ആവുന്നതിനനുസരിച്ച് എക്യുപ്മെന്റ്സുകളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ഇൻഫ്ലേറ്റ് ചെയ്യാൻ, അതായത് ആ ഒരു എന്താണ് കഫ് ഊതി വീർപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് മാനുവലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടാവും ഇല്ലേ? ഉണ്ടോ? അപ്പൊ നമ്മുടെ ആ ഒരു മാനുവലി ഹാൻഡിൽ ചെയ്യുന്നതിനനുസരിച്ച് ഈ കഫ് വീർത്ത് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? കയ്യിൽ ഭയങ്കര ടൈറ്റ് ആവുന്നത് പോലെ ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ അത്തരത്തില് ഈ 3 ഭാഗങ്ങളാണ് ഈ പ്രധാനമായിട്ടും ഈ ഒരു സിഗ്മോമാനോമീറ്ററിന്റെ ഭാഗമായിട്ട് ഇതിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതെ, മുറുകുന്ന പോലെ തോന്നും അല്ലെ? നോക്കിയേ, അപ്പൊ ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് used to measure the blood pressure, and a sphygmomanometer includes an inflatable cuff, a measuring unit, and a mechanism for inflation which can be handled manually. മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗം ഉണ്ടാവും, ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ടാവും, അതുപോലെ നമുക്ക് ഊതി വീർപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്ലേറ്റബിൾ കഫും ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഈ ഒരു ഉപകരണം പിക്ചർ കണ്ടാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ലാരിംഗോസ്കോപ്പ്. ഈ ഉപകരണം കണ്ടിട്ടുണ്ടോ? ഈ ഉപകരണം പരിചയമുള്ളതാണോ? ആണോ? ഇല്ല, കേട്ടിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും പരിചയമുള്ള, ജിജി കണ്ടിട്ടുണ്ടാവും അല്ലെ? ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാവുമ്പോൾ അവർ ഓൾറെഡി ഇതിൽ ഫെമിലിയർ ആയിരിക്കും. പക്ഷെ അല്ലാത്തവർ അധികം പരിചയമില്ലാത്തൊരു ഉപകരണം കൂടിയാണ് അല്ലെ? നമ്മളിപ്പോ ഈ പറഞ്ഞ ഉപകരണങ്ങളിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഈ ഒരു ഉപകരണം നമ്മൾ അത്ര പരിചയമില്ലാത്തത്, അതായത് കോമൺ ആയിട്ട് അങ്ങനെ കാണാറില്ല. ഓപ്പറേഷൻ തിയേറ്റർ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഉപകരണം നേരിട്ട് കാണുന്നത് ഈ ഒരു ഇതിലല്ലേ? പേരുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇതിലെ മിക്ക പേരുകളും നമ്മള് പല ചാപ്റ്ററിലായിട്ട് ഓൾറെഡി പറഞ്ഞു പോകുന്ന പേരുകൾ തന്നെയാണ്. അപ്പൊ അത് ഈ ഉപകരണത്തിന്റെ ആ ഒരു പിക്ചർ നിങ്ങൾ ഇത് ഇന്ന ഉപകരണമാണെന്ന് കാണുന്നത് മിക്കവരും ആദ്യമായിട്ടായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ഉപകരണം എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായാലോ. ലാരിങ്സ് അല്ലെ? ഏതാണ് നമ്മുടെ ലാരിങ്സ് എന്ന് പറയുന്ന ഭാഗം? എവിടെയാണ് നമ്മുടെ ലാരിങ്സ് എന്ന് പറയുന്നത്? വോക്കൽ കോഡ് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ തൊട്ടയുടെ തൊട്ട് താഴെയുള്ള ഭാഗം അല്ലെ? നമ്മുടെ വോയിസ് ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളം എന്നൊക്കെ പറയുന്ന ഭാഗമാണ് അല്ലെ? നമ്മുടെ തൊട്ടിൽ തൊട്ട് താഴെയുള്ള ഭാഗമാണ് അല്ലെ? അപ്പൊ ആ ഒരു ഭാഗത്തിന്റെ ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോ ത്രോട്ടുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് വന്ന ആളുകള്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ അനുഭവപ്പെടുന്ന ആളുകള്, അല്ലെങ്കിൽ ത്രോട്ടുമായി ബന്ധപ്പെട്ട ഭയങ്കരമായിട്ടുള്ള പെയിനോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവപ്പെടുന്ന ആളുകൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഭാഗം നിരീക്ഷിച്ചല്ലേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അത്തരത്തില് ആ ഒരു ഭാഗത്തെ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ലാരിങ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം. ഇനി ഈ പ്രൊസീജിയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലാരിങ്സിനെ നിരീക്ഷിക്കുന്ന ആ ഒരു മെഡിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി. അപ്പൊ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഉപകരണവും, സ്കോപ്പി എന്ന് പറയുമ്പോൾ അത് എന്തുമാണ്? പ്രൊസീജിയറിനെയാണ് കേട്ടോ. അപ്പൊ അത് മാറിപ്പോവരുതേ. ലാരിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ വിളിക്കുന്നത്.
സ്കോപ്പ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ആ ഉപകരണത്തെ മാത്രമാണ് വിളിക്കുന്നത്. അത് ക്ലിയർ ആയോ? അത് ഇനി വരുമ്പോ പിന്നെയും വേറെ പ്രൊസീജിയർ വരുമ്പോ ഇതേ ടേം വരും കേട്ടോ. അതുകൊണ്ടാണ് മിസ് അത് വ്യക്തമാക്കി തന്നത്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ലാരിംഗോസ്കോപ്പ് ഈസ് ടു ഒബ്സർവ്. അപ്പൊ ഇത് ചെയ്യുന്നതിൽ ചെറിയ രീതിയിലുള്ള അനസ്തേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പല രീതിയിലുള്ള ലാരിംഗോസ്കോപ്പുകൾ പല ടൈപ്പ് ഓഫ് ഉണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള ലെൻസും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളും ലെൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും നിങ്ങൾ ഇപ്പൊ ഡീറ്റെയിലായിട്ട് പഠിക്കേണ്ട. ജസ്റ്റ് ആ ലാരിംഗോസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, അത് എന്താണ്, ആ ഒരു മെഡിക്കൽ അപ്രോച്ചിനെ വിളിക്കുന്ന പേര് എന്താണ്, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ലാരിംഗോസ്കോപ്പ് ഈസ് ടു ഒബ്സർവ് ദ ലാരിങ്സ്, എ പാർട്ട് ഓഫ് ത്രോട്ട്. നമ്മുടെ തൊണ്ടയുടെ ഭാഗമായിട്ടുള്ള ലാരിങ്സ് അല്ലെങ്കിൽ ശ്വാസനാളം അല്ലെങ്കിൽ വോയിസ് ബോക്സിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്? ഇസ് എ മെഡിക്കൽ അപ്രോച്ച് that is used to get a view of the larynx. ലാരിങ്സിന്റെ ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു ലാരിങ്സിനെ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഏത് ഉപകരണം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നേ? ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലാരിങ്സിനെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? രണ്ട് എക്യുപ്മെന്റ് ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള്, PP അപ്പാരറ്റസും അതുപോലെ തന്നെ ലാരിംഗോസ്കോപ്പും. ആ രണ്ട് വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ടൊന്ന് റിപ്പയർ ചെയ്യാം കേട്ടോ. മാക്സിമം ഇവിടെ തന്നെ വെച്ചൊന്ന് പഠിച്ചു പോണേ. ഇത്രയും എക്യുപ്മെന്റ് നിങ്ങൾ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരുമിച്ച് കവർ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അത്യാവശ്യം ആ പേരൊക്കെ വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെക്കണേ. ആ പേരിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ലാരിങ്സിനെ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. വായിച്ചോ? ശരി, നെക്സ്റ്റ് വൺ ആണ്, അടുത്തയിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ഓക്സിജൻ മാസ്ക്. ഓക്സിജൻ മാസ്ക് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഉണ്ട്, പരിചയമുള്ളതാണ് അല്ലെ. അപ്പൊ ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത് ഓഫേഴ്സ് എ മെത്തേഡ് ടു ക്യാരി ബ്രീത്തിങ് ഓക്സിജൻ ഗ്യാസ് ഫ്രം എ സ്റ്റോറേജ് ടാങ്ക് ടു ദ ലങ്സ്. അല്ലെ, എന്തിനു വേണ്ടിയിട്ടാ ഓക്സിജൻ മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആളുകൾക്ക് ബ്രീത്തിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതായത് അവിടെ നമ്മുടെ ലെൻസിലേക്ക് ബ്രീത്തിങ് ഓക്സിജൻ ഗ്യാസ് എന്തിൽ നിന്ന് എന്തിലേക്ക് കൊടുക്കണം? സ്റ്റോറേജ് ടാങ്കിൽ നിന്നും, അതെ ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ്, സ്റ്റോറേജ് ടാങ്കിൽ നിന്നും അവരുടെ ലെൻസിലേക്ക് എത്തിക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവാനും ആ ലെൻസിലേക്ക് എത്തിക്കാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ മാസ്ക് മേ wrap only the nose and mouth. അല്ലെ, നമുക്ക് നോസിനെയും മൗത്തിനെയും മാത്രം കവർ ചെയ്തിട്ടുള്ള ഓക്സിജൻ മാസ്കുകളുണ്ട് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഫുൾ ഫേസിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഓക്സിജൻ മാസ്കുകളും ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഓക്സിജൻ മാസ്കുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ദേ മേ ബി മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്, സിലിക്കൺ ഓർ റബ്ബർ. അത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചോ സിലിക്കൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ റബ്ബർ ഉപയോഗിച്ചോ നിർമ്മിച്ചിട്ടുള്ളവയും ലഭ്യമാണ്. അപ്പൊ ഓക്സിജൻ മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്ക് ഓഫേഴ്സ് എ മെത്തേഡ് ടു ക്യാരി ബ്രീത്തിങ് ഓക്സിജൻ ഗ്യാസ് ഫ്രം എ സ്റ്റോറേജ് ടാങ്ക് ടു ദ ലെൻസ്. എന്താ? ലെൻസിലേക്ക് നമ്മുടെ ഓക്സിജൻ സ്റ്റോറേജ് ടാങ്കിൽ നിന്നും ബ്രീത്തിങ് ഓക്സിജൻ ഗ്യാസ് ക്യാരി ചെയ്ത് കൊണ്ടുപോയി ലെൻസിലേക്ക് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ഓക്സിജൻ മാസ്ക് നമ്മുടെ നോസിനെയും മൗത്തിനെയും മാത്രം കവർ ചെയ്യുന്ന രീതിയിലുള്ളത് കൊണ്ട് ഹോൾ ഫേസിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ളതുമാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കോ സിലിക്കണോ റബ്ബറോ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളവയും ലഭ്യമാണ്. ഓക്കെയാണോ? ഓക്സിജൻ മാസ്ക് ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG. കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഈ ഉപകരണം കണ്ടിട്ടില്ലേ?
ഈ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട ECG അതുപോലെ തന്നെ എന്താ കാർഡിയാക് മോണിറ്റർ അങ്ങനെയുള്ള ഉപകരണങ്ങൾക്ക് ഏകദേശം കുറെയൊക്കെ സെയിം ആട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പിക്ചർ ഒന്ന് മനസ്സിലാക്കി പഠിച്ചേക്കണേ, മാറിപ്പോകരുത്. അപ്പൊ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു എളുപ്പ വഴി വെച്ച് ഇതിൽ കാണുന്ന പിക്ചേഴ്സ് തന്നെ കൊടുക്കുള്ളൂ നിങ്ങൾക്ക്, വേറെ പുറത്തുനിന്നുള്ള പിക്ചർ ഒന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിക്ചറിലുള്ള വേരിയേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് അത് ഇന്നതാണെന്നൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, എന്താണ് എന്തിനു വേണ്ടിയിട്ടാ ഉപകരണം ഉപയോഗിക്കുന്നേ? ഹാർട്ട് ബീറ്റുമായി അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ, അത് മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? അപ്പൊ നോക്കിയേ, അപ്പൊ ഇതിന്റെ ECGയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ECG ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യാറ്? അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏത് ഓർഗനുമായി ബന്ധപ്പെട്ട? ഹാർട്ട് അല്ലെ? അതല്ല എങ്കിൽ രണ്ടാമത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ECGയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം. അതോടൊപ്പം ഇത് എന്തിനു വേണ്ടി, അതായത് ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഇലക്ട്രിക്കൽ ഫങ്ഷൻ ഓഫ് ദ ഹാർട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം യൂസിങ് ഇലക്ട്രോഡ്സ് വിച്ച് ആർ പുട്ട് ഓൺ ദ സ്കിൻ. അല്ലെ, നമ്മുടെ സ്കിന്നില് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെസ്റ്റിന്റെ ഭാഗത്ത് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു കോയിൻ ഷേപ്പിലുള്ള ഇലക്ട്രോഡ്സ് അത് പ്ലേസ് ചെയ്തിട്ട് അത്തരത്തിൽ നമ്മുടെ സ്കിന്നിലെ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്ത് അതിലൂടെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട് അല്ലെ, ഇത്ര സമയം മുതൽ ഇത്ര സമയത്തിനുള്ളിലുള്ള ആ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതല്ലല്ലോ എടുക്കാറ്. ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ടൈം വരെയുള്ളത് അല്ലെ. പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുമ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിലുള്ള മെഷർമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ആ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയപരിധിയുണ്ട്. ആ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ നമ്മുടെ സ്കിന്നിലെ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തുകൊണ്ട് ആ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുകയും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണവും ഒരു പ്രൊസീജിയറുമാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിലുള്ള ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നായിരിക്കും നമുക്ക് മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സാധിക്കുക. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. അതുകൊണ്ട് അങ്ങനെ എന്താണ് മിസ് പറയാം, കുറേയൊക്കെ ഉപകരണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാ. എളുപ്പമല്ലേ ചാപ്റ്റർ? വളരെ എളുപ്പത്തിലുള്ള സിമ്പിൾ ചാപ്റ്റർ ആട്ടോ. പക്ഷെ വ്യക്തമായിട്ട് ആ ഓരോ ഉപകരണത്തെ പറ്റി നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ മാറിപ്പോകുന്നില്ല. വ്യക്തമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ എളുപ്പത്തിലുള്ള ചാപ്റ്റർ മാർക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാറുണ്ട്. ദെൻ അടുത്തതിലേക്ക് പോവാണേ. അടുത്തത് വെയിങ് മെഷീൻ. വെയിങ് മെഷീൻ കണ്ടിട്ടുണ്ടോ? ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് കൊടുത്തിരിക്കുന്ന വെയിങ് മെഷീന്റെ പിക്ചർ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ സ്കെയിലുള്ള കൈൻഡ് ഓഫ് വെയിങ് മെഷീനെ കുറിച്ചാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടാലുള്ള പെട്ടെന്ന് ഇതൊരു വെയിങ് മെഷീൻ ആണെന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് ഇപ്പൊ ഡിജിറ്റലൈസ്ഡ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അല്ലെ, അതൊരു വെയിങ് മെഷീൻ ആണോ എന്ന് പോലും മനസ്സിലാവില്ല. നമ്മൾ അതിലേക്ക് നിൽക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആ മെഷർമെന്റ്സും കാര്യങ്ങളും ഒക്കെ ആ റീഡിങ്സ് തന്നെ കാണിക്കുന്നത് അല്ലെ. അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് വെയിങ് മെഷീൻ ആണ്. പക്ഷെ നിലവിലിപ്പോ എന്താണ് നമ്മുടെ ഡിജിറ്റൽ സ്കെയിലുള്ള വെയിങ് മെഷീൻസ് ആണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ നമുക്ക് വെയിറ്റ് മാത്രമാണോ മെഷർ ചെയ്യാൻ പറ്റുന്നത്? ആണോ? ഇപ്പൊ ഒന്നും പറയണ്ട, ഒന്നും വേണ്ട. നമ്മുടെ സ്മാർട്ട് വാച്ചസിൽ തന്നെ എന്തൊക്കെ മെഷർ ചെയ്യാൻ പറ്റും അല്ലെ? ഹാർട്ട് ബീറ്റ്, എന്തൊക്കെ മെഷർ, സ്ട്രെസ് എത്രത്തോളം ഉണ്ട്, നമ്മുടെ എന്താണ് എത്രത്തോളം നമ്മുടെ മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പൾസ്, അതെ പൾസ് ലെവൽ, എന്തൊക്കെ മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഒരു ഡിജിറ്റൽ സ്കെയിൽ ആയിട്ടുള്ള വെയിങ് മെഷീനും ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിജിറ്റൽ സ്കെയിലുള്ള വെയിങ് മെഷീൻ ആണെങ്കിൽ അതിൽ പല റീഡിങ്സ് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റും. ഒന്നാമത് പ്രധാനമായിട്ടും നമ്മുടെ ബോഡി വെയിറ്റ് അല്ലെ, അതുപോലെ തന്നെ ബോഡിയുടെ ഫാറ്റ് എത്രത്തോളം ഉണ്ട്, BMI. എന്താ BMIയുടെ എക്സ്പാൻഡ് ഫോം? ഇവിടെ നിന്ന് ആകെ ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, BMIയുടെ എക്സ്പാൻഡ് ഫോം. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. ബോഡി മാസ് ഇൻഡെക്സ് കേട്ടോ. ആ എക്സ്പാൻഡ് ഫോം മാത്രം എഴുതി വെച്ചാൽ മതി. ബോഡി മാസ് ഇൻഡെക്സ് എഴുതി വെച്ചേ. സാധാരണയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാറുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ആകെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ബോഡി മാസ് ഇൻഡെക്സ് കേട്ടോ, BMIയുടെ എക്സ്പാൻഡ് ഫോം. ഓക്കെ, അപ്പൊ അങ്ങനെ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMIയോ അല്ലെങ്കിൽ ബോഡി ഫാറ്റോ ബോഡി വെയിറ്റ് മുതലായവയൊക്കെ അങ്ങനെയുള്ള പല റീഡിങ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള പലതരത്തിലുള്ള ഡിജിറ്റൽ സ്കെയിലുള്ള ഇലക്ട്രോണിക് വെയിങ് മെഷീൻസും അവൈലബിൾ ആണ് കേട്ടോ. അത്രയും മാത്രം അതിൽ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ?
ഓക്കെ, അടുത്ത ഉപകരണം ട്രോളി. കണ്ടിട്ടുണ്ടോ ട്രോളീസ്? ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ കണ്ടിട്ടില്ലേ ട്രോളി? ഉണ്ട്. പലതരത്തിലുള്ള ട്രോളീസ് കണ്ടിട്ടില്ലേ? എല്ലാം ഒരേപോലത്തെയാണോ? ആണോ? ഒരേപോലത്തെയാണോ ട്രോളി? അല്ല, അല്ലെ? പല ഉപയോഗങ്ങൾക്ക് വേണ്ടി പല ടൈപ്പ് ഓഫ് ട്രോളീസ് ആണുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രോളിയുടെ ഏതൊരു ട്രോളിയുടെ ആണെങ്കിലും പ്രധാന യൂസ് എന്താണ്? എന്താണ്? ഏതൊരു ട്രോളിയുടെയും പ്രധാനപ്പെട്ട യൂസ് എന്താ? എന്താണ്? മെഡിസിൻസോ സപ്ലൈസ് സാധനങ്ങളോ ക്യാരി ചെയ്ത് കൊണ്ടുപോവാം. ശരിയാണ്. അതായത് ഏതൊരു ഒബ്ജക്റ്റും ട്രാൻസ്പോർട്ട് ചെയ്യാം. ശരിയാണ് കേട്ടോ. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാതൊരുവിധ റിസ്കും ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് ട്രോളി എന്ന് പറയുന്നത്, അല്ലെ? ഏതൊരു ഒബ്ജക്റ്റും ആയിക്കോട്ടെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്, അല്ലെ? അപ്പൊ പല ടൈപ്പിലുള്ള ട്രോളീസും ഉണ്ട്. ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, the objective of using trolleys in hospital is to help to move things from one place to another without any risk. എന്താ? യാതൊരുവിധ അപകടങ്ങളോ കാര്യങ്ങളോ അപകട സാധ്യതകളോ ഒന്നുമില്ലാതെ ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് ട്രോളി എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ, അതിന്റെ യൂസ് എന്താണെന്നുള്ളത്. അതുപോലെ ഹോസ്പിറ്റൽ ട്രോളീസ് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ട്രോളീസ് ഉണ്ട്, അല്ലെ? ക്രാഷ് കാർ ട്രോളി ഉണ്ട്, മെഡിസിൻ ട്രോളി ഉണ്ട്, SS ഡ്രസ്സിംഗ് ട്രോളി ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ട്രോളി ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രോളീസ് ഉണ്ട്. എന്താണ് ഒരു ക്രാഷ് കാർ ട്രോളി എന്ന് പറഞ്ഞാല്? ക്രാഷ് ട്രോളി എന്ന് അറിയപ്പെടുന്ന പല പേരുകളുണ്ട്. അത് നമ്മൾ ഇനി ഒരു ഉപകരണമായിട്ട് തന്നെ അത് പഠിക്കുന്നുണ്ട്. എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ആവശ്യമായി വരുന്ന ഉപകരണങ്ങൾ, അല്ലെ? മെഡിസിൻസും എക്യുപ്മെന്റും ഒക്കെ ആ ഒരു പർട്ടിക്കുലർ സൈറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്, അല്ലെ? അതുപോലെ തന്നെ ജസ്റ്റ് അത് എന്താന്ന് മാത്രം മനസ്സിലാക്കി നമുക്ക് ഇനി അതൊരെണ്ണം ഒരു ഒരു എക്യുപ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി മെഡിസിൻ ട്രോളി എന്തായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ. എന്തായിരിക്കും മെഡിസിൻ ട്രോളി എന്ന് പറയുമ്പോ? എന്തായിരിക്കും? മെഡിസിൻസ് വിതരണം ചെയ്യാനായിട്ട്, അല്ലെ? ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ SS ഡ്രസ്സിംഗ് ട്രോളിയോ? SS എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളി, അല്ലെ? അത് ഡ്രസ്സിംഗുമായി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെ? ഡ്രസ്സിംഗുമായി ബന്ധപ്പെട്ട് കൊണ്ട് പോകുന്ന ട്രോളീസ് കണ്ടിട്ടില്ലേ? അതിന്റെ എല്ലാത്തിനും അതിൻ്റെതായ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻസ് അനുസരിച്ച് അതിന് രൂപത്തിലും ഘടനയിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രോളീസ് ഹോസ്പിറ്റലുണ്ട്. ഇത് ഏത് ട്രോളി ആണെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടു ഹെൽപ് ടു മൂവ് തിങ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, അല്ലെ? വിത്തൗട്ട് എനി റിസ്ക്, യാതൊരുവിധ അപകട സാധ്യതകളും ഇല്ലാതെ അല്ലെങ്കിൽ അപകടങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആണോ? ട്രോളീസ് ക്ലിയർ ആണോ? ഓക്കെ, അതൊന്ന് വേഗം വായിച്ചു നോക്കിയേ. വായിക്കാത്ത ഉപകരണങ്ങൾ ഈഗോ എക്യുപ്മെന്റ്സ് വായിച്ചിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം. വായിച്ചോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് വീൽ ചെയർ. കണ്ടിട്ടില്ലേ വീൽ ചെയർ? കണ്ടിട്ടില്ലേ? പരിചയമുള്ള ഉപകരണം അല്ലേ? ഓക്കെ,
അപ്പോ വീൽ ചെയർ എന്ന് പറഞ്ഞാൽ ഇസ് എ വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, വീലുകൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അതെ, എത്തരത്തിലുള്ള ആളുകൾക്കാണ്? വാക്കിംഗ് ഡിഫിക്കൽറ്റി ഉള്ള ആളുകൾക്ക് അല്ലെ, ബുദ്ധിമുട്ടാണ്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വീൽ ചെയർ എന്ന് പറയുന്നത്. ഒരു വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് ആണ്, വീൽസ് വെച്ച് സജ്ജീകരിച്ചിട്ടുള്ള മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉപകരണമാണ് വീൽ ചെയർ എന്ന് പറയുന്നത്. ഈ ഇൻസ്ട്രുമെന്റ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇത് നമ്മുടെ പണ്ടത്തെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചക്രത്തിൽ, അത് നമ്മുടെ ചക്രത്തിന്റെ ആ ഒരു വീലുണ്ടല്ലോ, അവിടെ നമ്മൾ കൈ ഉപയോഗിച്ചുകൊണ്ട് മാനുവലി കറക്റ്റ് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാം അല്ലെ. മാനുവലി കറക്റ്റ് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവയുണ്ട്. ഇപ്പോഴത്തെ അത്തരത്തിലുള്ളതല്ല. ഇപ്പോഴത്തെ കുറച്ചും കൂടി ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ആണ് അല്ലെ. എന്താണ്, റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതില്ലേ, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എന്താണ് വീൽ ചെയർസ് ഒക്കെ കണ്ടിട്ടില്ലേ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ? താഴേക്ക് ഇറങ്ങാനും അത് പൊന്തിക്കാനും താഴ്ത്താനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങളാണ് അല്ലെ. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളോട് കൂടിയുള്ള വീൽ ചെയർസും ഇന്ന് ലഭ്യമാണ്. അപ്പൊ നോക്കിയേ, വീൽ ചെയർ ഇസ് എ വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് and the instrument is moved manually by turning the wheels by hand. നമുക്ക് കൈ ഉപയോഗിച്ചുകൊണ്ട്, ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വീൽസ് ടേൺ ചെയ്ത് മൂവ് ചെയ്യാം, മാനുവലി മൂവ് ചെയ്യാം. or via various automated systems, പല ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് അത് മൂവ് ചെയ്യിക്കാവുന്നതാണ്. Then wheelchair are used for people who feel walking is difficult. അല്ലെ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ഓഫ് ബിക്കോസ് ഓഫ് ഇൽനസ്, എന്തെങ്കിലും രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഫിസിയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ ഇഞ്ചുറി ഓർ ഡിസബിലിറ്റി അല്ലെ. ചിലപ്പോ പരിക്കുകൾ പറ്റിയ ആളുകളാവാം, എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യവുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് വാക്കിംഗ് ബുദ്ധിമുട്ടായിട്ട് വരികയാണ്, അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് പോലെ നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് വീൽ ചെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് വീൽ ചെയർ ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അടുത്ത ഉപകരണമാണ് സ്ട്രെച്ചർ. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും അല്ലെ. കണ്ടിട്ടില്ലേ സ്ട്രെച്ചേഴ്സ്? കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ സ്ട്രെച്ചർ എന്താണ്, ഇതിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ക്യാരിങ് പേഷ്യൻസ് ഹു നീഡ് മെഡിക്കൽ കെയർ അല്ലെ. വൈദ്യ പരിചരണം ആവശ്യമായിട്ട് വരുന്ന ആളുകളെ അല്ലെങ്കിൽ പേഷ്യൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് അല്ലെ. അല്ലെ, സ്ട്രെച്ചേഴ്സ് ആണ് മെയിൻലി യൂസ്ഡ്. കൂടുതലും നമ്മുടെ സ്ട്രെച്ചേഴ്സ് ഉപയോഗം വരുന്നത് എവിടെയാണ്? ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ സിറ്റുവേഷൻസിലാണ്, ശരിയല്ലേ? ഇപ്പൊ ആംബുലൻസിലേക്ക് പേഷ്യൻസിനെ കയറ്റി ഇപ്പൊ പുറമെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ എന്താണ്, ആ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകണമെങ്കിൽ, നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസ് സൗകര്യങ്ങളായിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ നമ്മൾ വിളിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് അപ്പൊ ഒരു ഹോസ്പിറ്റലിനുള്ളിലേക്കാൾ കൂടുതൽ ഹോസ്പിറ്റലിന് പുറത്ത് നിന്നുള്ള രീതിയിലുള്ള, പുറത്ത് വെച്ച് നമുക്ക് കൊടുക്കേണ്ട കെയറോ കാര്യങ്ങളോ കൊടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുവരേണ്ടി വരികയോ അത്തരം സിറ്റുവേഷൻ, അത്തരത്തിലുള്ള എമർജൻസി മെഡിക്കൽ സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ സ്ട്രെച്ചേഴ്സിന്റെ യൂസ്ഫുൾനെസ് വരുന്നത് അല്ലെ. അല്ലാതെ നമുക്ക് ഹോസ്പിറ്റലിൽ അകത്തുള്ള ആ ഒരു സ്ട്രെച്ചറിന്റെ യൂസ് എന്ന് പറയുന്നത് അധികം വരുന്നില്ല. ചിലപ്പോൾ പേഷ്യൻസിന് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വാർഡിലേക്ക് റൂമുകളിലേക്ക് കൊണ്ടുപോകാനോ അങ്ങനെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകൾ മാത്രമാണ് അത് സ്ട്രക്ചറിലാക്കി കൊണ്ടുപോകുക. അല്ലാതെ ഉള്ളവർക്ക് വീൽ ചെയർ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ അതെ, അത്തരത്തിൽ ലിഫ്റ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതേസമയം അതിലും കൂടുതൽ യൂസ്ഫുൾനെസ് ഹോസ്പിറ്റലിന് പുറമെയുള്ള ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ സിറ്റുവേഷൻസിലാണ് അല്ലെ. അത്തരത്തില് പേഷ്യൻസിനെ മെഡിക്കൽ നീഡ്സ് ഉള്ള അല്ലെങ്കിൽ മെഡിക്കൽ കെയർ ആവശ്യമായി വരുന്ന പേഷ്യൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ രണ്ടെണ്ണം.
വായിച്ചേ. ഓ ശരി, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു ഉപകരണം കൂടി നമുക്ക് പറയാം കേട്ടോ. സക്ഷനിങ് മെഷീൻ. ഈ മെഷീൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ, കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാത്തവര് വലിയ പരിചയമില്ലാത്തൊരു ഉപകരണമായിരിക്കും കേട്ടോ. ഒരുപാട് പേര് കാണാൻ സാധ്യതയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉപകരണം യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ എവിടെ കണ്ടിരിക്കുന്ന ഈ ഒരു ഉപകരണം? ഡെന്റിസ്റ്റിന്റെ അടുത്ത് കണ്ടിട്ടുണ്ട് അല്ലെ? ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ എപ്പോഴും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അല്ലെ? അതെ, ബ്ലഡോ വോമിറ്റിംഗ് ആയിട്ടുള്ളതൊക്കെ റിമൂവ് ചെയ്യാൻ, ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡീസോ ഒക്കെ മ്യൂക്കസോ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന, റിമൂവ് ചെയ്യാൻ വേണ്ടി സക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ നമ്മൾ പല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് വായിൽ നിന്ന് ആ ഫ്ലൂയിഡ്സ് ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണം കൊണ്ട് അടുത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? പല ടൈപ്പ് ഓഫ് പല പർപ്പസിന് വേണ്ടി പല തരത്തിലുള്ള സക്ഷനിങ് മെഷീൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി അത് കാണാനായിട്ട് പരിചയമുള്ള രീതി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് കാണാനായിട്ടുള്ള പരിചയം കുറവായിരിക്കും. അപ്പൊ ഇവിടെ സക്ഷനിങ് മെഷീൻ ഇസ് എ മൂവബിൾ ഇൻസ്ട്രുമെന്റ്. നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആ യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ഫോർ സക്കിംഗ് ഫ്ലൂയിഡ്സ് ഫ്രം എ പേഴ്സൺസ് എയർവേ ഓർ മൗത്ത്. അവരുടെ എയർവേയിലോ ശ്വാസനാളത്തിലോ അല്ലെങ്കിൽ മൗത്തിലോ ഒക്കെ എന്തെങ്കിലും ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. ഇപ്പൊ ദ്രാവകമാവാം, ഫ്ലൂയിഡ്സ് ആവാം, അല്ലെങ്കിൽ ഇപ്പൊ മ്യൂക്കസ് ആവാം, സലൈവ ആവാം, അല്ലെങ്കിൽ ബ്ലഡ് ആവാം, ഫോറിൻ ബോഡീസ് ആവാം. ഇതൊക്കെ സക്ക് ചെയ്ത് വലിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ വലിച്ചെടുത്ത് കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെഡിസിൻ ഫീൽഡിൽ, വൈദ്യശാസ്ത്ര മേഖലയിൽ യൂസ് ചെയ്യുന്ന ഒരു മൂവബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിച്ചു കാണാറുള്ളതാണ്. സക്ഷനിങ് മെഷീൻ അല്ലെങ്കിൽ ഏത് മൂവബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ഫീൽഡ് ഓഫ് മെഡിസിൻ യൂസ് ചെയ്യുന്നത്? എന്താ ഫ്ലൂയിഡ്സ് പേഴ്സൺ എയർവേയിൽ നിന്നും മൗത്തിൽ നിന്നൊക്കെ ഫ്ലൂയിഡ്സ് സക്ക് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? അപ്പൊ സക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് കണക്ട് ചെയ്തൂടെ സക്ഷനിങ് മെഷീൻ ആണെന്നുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയും ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ലാരംഗോസ്കോപ്പ് ഒക്കെ പഠിച്ചു വെച്ച പോലെ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ, സക്ഷനിങ് മെഷീൻസ് മെഷീൻ. ഇതും ചോദിക്കാറുള്ളതാണ്. ഇതെപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡീഫിബ്രിലേറ്റേഴ്സ്, അതുപോലെ തന്നെ തെർമോമീറ്ററിന്റെ ഒക്കെ ടൈപ്സ് ഏതൊക്കെയാന്നൊക്കെ സാധാരണ ചോദിക്കാറുള്ളൂ. വീൽ ചെയറും ട്രോളിയൊക്കെ, ട്രോളിയുടെ ഒക്കെ യൂസ് എന്താന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ECG ചോദിക്കാറുണ്ട്. ECGയുടെ എക്സ്പാൻഡ് ഫോമോ അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നോ ഒക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ വരെ ഓക്കെ ആണോ? നമ്മൾ 11 എക്യുപ്മെന്റ്സ് ആണ് ഇപ്പൊ പഠിച്ചത്. ഇവിടെ വരെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. 12th മുതൽ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇവിടെ വരെയും വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നെങ്കിൽ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.